പഹൽഗാമിൽ എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ചയുണ്ടായി? എന്തുകൊണ്ട് 26 പേരുടെ ജീവനെടുത്ത ഭീകരർ ഇപ്പോഴും പിടിയിലാകുന്നില്ല? ഭീകരതയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന വിശ്വസിച്ചതെന്തിന്? വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാൻ ട്രംപിനോട് പറഞ്ഞതാര്? ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു? പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് പിന്തുണയുമായി ഒരു രാജ്യവും മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന രാഹുൽ ഗാന്ധി പാക് ഭീകരവാദത്തെ വെളുപ്പിക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നവർക്ക് മറയായി രാഹുലിന്റെ വാക്കുകൾ മാറുകയാണ്. രാജ്യത്തെ ഒറ്റുന്ന വിശ്വാസവഞ്ചകനായ മിർ ജാഫറാണോ രാഹുൽ? പാകിസ്ഥാന്റെ പോസ്റ്റർ ബോയ് എന്ന പരിഹാസത്തിൽ തീരുന്നില്ല രാഹുലിനെതിരെ BJPയുടെ പ്രത്യാക്രമണം. പൂഞ്ചിലെ ഭീകരാക്രമണത്തെ ദുരന്തമെന്ന് വിളിക്കുന്ന രാഹുൽ പാകിസ്ഥാന്റെ ക്രിമിനലുകൾക്ക് ആയുധം കൊടുക്കുകയാണെന്ന് മുഖമടച്ച് ആക്ഷേപിക്കുകയാണ് ഭരണപക്ഷം. സർവകക്ഷി യോഗം വിളിക്കണമെന്നും പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആവശ്യപ്പെടുമ്പോഴും രാഹുൽ ഗാന്ധിയെ മാത്രം രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പറയുന്നത് പോലെ ജനങ്ങളെയും ജനപ്രതിനിധികളെയും വസ്തുതകൾ മനസ്സിലാക്കിക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനില്ലേ? ജനാധിപത്യം എന്ന അവകാശം അത് നിഷേധിക്കുകയാണ്? അതോ രാഷ്ട്രീയപരമായി രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടാണോ BJP നേതാക്കന്മാരുടെ കടന്നാക്രമണം? രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ആരാണ്?